ഹായ് ഫ്രണ്ട്സ്, ശാന്തി മുരുകനാണ്. എൻ്റെ കഥ മേഘവർഷം അതിൻ്റെ 3-ാം ഭാഗത്തിലേക്ക് കടക്കുകയാണ്. അപ്പം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞു നിർത്തിയത് ചിറ്റേത്തുകര മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവത്തിൻ്റെ സമാപനത്തോടനുബന്ധിച്ചിട്ട് ഭവിശങ്കർ ചിട്ടപ്പെടുത്തിയ ഗാനങ്ങൾക്ക് സ്വയംപ്രഭയുടെയും ഗോകുൽദാസിൻ്റെയും മകളായ രുദ്ര നൃത്ത ചുവടുകൾ വയ്ക്കുന്നതും ഭവിശങ്കറിനെ ആ നാട്ടുകാർ പൊന്നാടി അണിയിച്ച് സ്വീകരിക്കുന്നതുമായ കാര്യങ്ങളാണ്. അപ്പോൾ അതിലേക്ക് പങ്കെടുക്കാനായി സ്വയംപ്രഭയും ഗോകുൽദാസും അദ്ദേഹത്തിൻ്റെ മകളായ രുദ്രയും ഒക്കെ വന്നു ചേർന്നു. പക്ഷേ ഭവിശങ്കർ ഇത്ര സമയമായിട്ടും വന്നിട്ടില്ല. 6:30 വെച്ചിരുന്ന ചടങ്ങായിരുന്നു. അത് 7:30 ആയിട്ടും അദ്ദേഹം എത്തിയിട്ടില്ല. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചില ചടങ്ങുകൾക്ക് താമസം വരുന്നു അതാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത്. അപ്പം അങ്ങനെ അദ്ദേഹമാണെന്ന് കരുതി കാറിനടുത്തേക്ക് ഓടിക്കൂടിയ ജനങ്ങൾക്ക് നിരാശയോടുകൂടി തല താഴ്ത്തി പോകേണ്ടി വന്നു. ആ കൂട്ടത്തിലെ ചിലരിങ്ങനെ തിരിഞ്ഞു നോക്കി പോകുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് കാറിൻ്റെ ഫ്രണ്ട് ഡോറ് തുറന്നുകൊണ്ട് 6 അടി പൊക്കമുള്ള ഒരു മനുഷ്യൻ കാറിൻ്റെ ഫ്രണ്ട് ഡോറിൽ നിന്നും അത് തുറന്നിട്ട് താഴേക്ക് ഇറങ്ങിയത്. അപ്പം ചില സിനിമയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആദ്യം ഒന്ന് കാല് കാണിച്ചു, പിന്നെ അത് കഴിഞ്ഞിട്ട് ഉടലിങ്ങനെ കാണിച്ചു, പിന്നീട് ലാസ്റ്റ് മുഖം കാണിക്കുന്ന ഒരു സീനൊന്ന് ചിന്തിച്ച് നോക്കുക. അപ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ രൂപം എങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ 6 അടി പൊക്കം, നീണ്ട നെറ്റിത്തടം, കുറച്ച് കഷണ്ടി കയറിയ തല, പിന്നെ 2 വലിയ ചെവിയുണ്ട്. പിന്നെ നിറമാണെന്നുണ്ടെങ്കിൽ ഇരുനിറമാണ് കേട്ടോ. നല്ല വെളുപ്പും നല്ല കറുപ്പും അങ്ങനെയൊന്നുമല്ല, ഇരുനിറമാണ്. പിന്നെ അദ്ദേഹം ചിരിക്കുമ്പോഴേക്കും പല്ലിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പുകവലിക്കുന്നതിൻ്റെയും മുറുക്കുന്നതിൻ്റെയും ഒക്കെ കറകളൊക്കെ ഉണ്ട്. കാരണം സംഗീത സംവിധാനം ചെയ്യുന്ന ആളും അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കൊക്കെയുള്ള ഒരു എല്ലാവർക്കും ഉണ്ടെന്ന് പറയുന്നില്ല, എന്നാലും ബഹുഭൂരിപക്ഷം ആളുകളും ഒന്ന് മുറുക്കുന്നവരോ അല്ലെന്നുണ്ടെങ്കിൽ ഒന്ന് പുകയെടുക്കുന്നവരോ ഒക്കെ തന്നെയാണ്. അപ്പം ഇദ്ദേഹത്തിനാണെങ്കിൽ അത് 2 ദുശീലങ്ങളും ഉണ്ട്. അപ്പം അദ്ദേഹത്തെ സംബന്ധിച്ചത് ദുശീലമൊന്നും അല്ല കേട്ടോ, അത് അദ്ദേഹത്തിൻ്റെ ഒരു ഇൻസ്പിറേഷനാണ്. അദ്ദേഹത്തിന് മീൻസ് സംഗീതം ചെയ്യാനും അല്ലെങ്കിൽ മറ്റ് കലയുമായി ബന്ധപ്പെട്ടുള്ള ഓരോ കാര്യങ്ങൾ ചെയ്യാനും ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഏകാന്തതയിൽ ചിന്തിക്കാനും ഒക്കെ അദ്ദേഹത്തിന് പുകവലിയും അല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് പിന്നെ മുറുക്കാൻ ചവയ്ക്കലും അങ്ങനെയുള്ള ഹാബിറ്റ്സ് ഒക്കെ ഉള്ള ഒരാളാണ്. അപ്പം അങ്ങനെ ഇരുന്നപ്പോഴേക്കും ഈ ഡോറ് തുറന്നിട്ട് അദ്ദേഹം വന്നു. അപ്പോൾ ഈ ഇറങ്ങുന്നത് എല്ലാവരും ഒന്നും കണ്ടില്ല. കുറേ പേര് തിരിഞ്ഞു നോക്കി പോയി എന്ന് പറഞ്ഞില്ലേ, ആ തിരിഞ്ഞു നോക്കി പോയവരാണ് കണ്ടത്. അപ്പോൾ ഇവർ ആർപ്പ് വിളിച്ചിട്ട് ഈ പവിമാഷ് വന്നേ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ആർപ്പ് വിളി. അപ്പോൾ ഈ ഫ്രണ്ടിൽ പോയി ഈ ബാക്കിൽ കൂടി ഈ ആർപ്പ് വിളിച്ചു വരുന്ന ആൾക്കാരുടെ സൗണ്ട് കേട്ടിട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ ഇവരും കണ്ട് പവിമാഷിനെ. അദ്ദേഹമാണ് പവിമാഷ്. ഈ 6 അടി പൊക്കമുള്ള ഈ മനുഷ്യനാണ് പവിമാഷ്. കാരണം ജനസമുദ്രം മൊത്തം ഇദ്ദേഹത്തെ ഇങ്ങനെ ഇറുക്കി പിടിച്ചിരിക്കുക. പക്ഷെ എന്നാലും അതിൽ നിന്നൊക്കെ അദ്ദേഹം ഇങ്ങനെ തല ഉയർത്തി പിടിച്ച് നിൽക്കുക. കാരണം ഇദ്ദേഹത്തിന് 6 അടി പൊക്കമുണ്ട്. അവിടെയുള്ള മനുഷ്യരെക്കാളൊക്കെ പൊക്കം ഇദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ദൂരെയുള്ളവർക്കൊക്കെ നല്ലതായിട്ട് ഇദ്ദേഹത്തെ കാണാം. അപ്പം ഇവരും ആർപ്പ് വിളിച്ചിങ്ങനെ അങ്ങോട്ട് വരുവാണ്. അതുകൊണ്ട് കടലിരമ്പി വരും പോലെയൊക്കെയാണ് വരുന്നത്. പവിമാഷി എന്ന് പറഞ്ഞിട്ട് എൻ്റെ പോലെ ഇങ്ങനെയുണ്ടോ ആളുകൾക്കൊരു ആരാധന? ശരിക്കും പറഞ്ഞാൽ അതൊക്കെ ഒന്ന് വിഷ്വലിൽ കണ്ട എന്തായിരിക്കും അല്ലേ? ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ അത്രത്തോളം ഒന്നും വരില്ല, പക്ഷെ എന്നാലും ഒന്ന് നമ്മൾക്ക് ചിന്തിച്ച് നോക്കാമല്ലോ. സാധാരണ നമ്മളെല്ലാവരും ഫിലിമൊക്കെ കാണുന്നവരല്ലേ. അപ്പം നമ്മൾ അങ്ങനത്തെ ഒരു മനുഷ്യൻ വന്ന് ഇറങ്ങുന്നതും അദ്ദേഹത്തിൻ്റെ രൂപമൊക്കെ ഞാൻ പറഞ്ഞു. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇദ്ദേഹം ധരിച്ചിരിക്കുന്നത് വയലറ്റ് കളർ നിറമുള്ള ഒരു സിൽക്ക് ജുബയാണ്. അതേപോലെ തന്നെ സിൽക്കിൻ്റെ പോലത്തെ തന്നെ ഒരു ഗോൾഡൻ കളർ കരയുള്ള മുണ്ടുമാണ് ധരിച്ചിരിക്കുന്നത്. ഉള്ളിൽ ബനിയനൊക്കെ ഇടുന്നുണ്ട്. ബനിയനൊക്കെ നല്ലതായിട്ട് തെളിഞ്ഞ് കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഫ്രണ്ട് വശത്തെ ഹുക്സ് ഇങ്ങനെ ഒന്ന് മാറിക്കിടക്കുന്നു. ജുബയല്ലേ, അപ്പോൾ ഒരു ബട്ടൺ ഇങ്ങനെ വിടർന്ന് കിടക്കുമല്ലോ. അപ്പോൾ ഈ ബട്ടൺ ഇടയിൽ കൂടെ രുദ്രാക്ഷം കിട്ടിയ ഒരു സ്വർണ്ണമാല കണ്ടു. അതൊരു സ്വർണ്ണമാല എന്ന് വെച്ചാൽ ഒരു 1.5 എന്നൊക്കെ പറയുന്നല്ലോ, 1.5 പവനല്ല കേട്ടോ, 1.5 എന്ന് പറയുന്ന പോലെ തന്നെ അത്യാവശ്യം കനത്തിൽ അങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ കൂടെ തന്നെ കറുപ്പ് ചരടുണ്ട് കഴുത്തിൽ, കറുത്ത ചരടുണ്ട് കഴുത്തിൽ. അതിലെല്ലാം ഇങ്ങനെ ഓരോരോ ഉറുക്കും കാര്യങ്ങളും ഒക്കെ കിട്ടിയിട്ട് കഴുത്ത് നിറയെ മാല കൊണ്ട് അഭിഷേകം. പിന്നെയെന്ന് വെച്ചാൽ കയ്യിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കയ്യിൽ രുദ്രാക്ഷം കിട്ടിയ സ്വർണ്ണ ചെയിനുണ്ട്. അതുമൊക്കെ ഉണ്ട് കേട്ടോ കനത്തിൽ. കൈ ചിലപ്പോൾ ഒടിഞ്ഞു പോകുമെന്ന് നമുക്ക് തോന്നും. ഇപ്പോൾ അത്രയ്ക്ക് കനത്തിലാണ് അതൊക്കെ കിടക്കുന്നത്. പിന്നെ വേറൊരു കയ്യിലാണെന്നുണ്ടെങ്കിൽ റാഡോ വാച്ചിനൊക്കെ എത്ര നല്ല വിലയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പം അതാണ് മറ്റൊരു കയ്യിൽ കിടക്കുന്നത്. പിന്നെ കാലിലേക്ക് എങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിലോ വില കൂടിയ തോലിൽ നിർമ്മിച്ച ചെരുപ്പാണ്, ഷൂസ് മോഡലിലെ ചെരുപ്പാണ് കിടക്കുന്നത്. അപ്പം ആകെ മൊത്തം നോക്കുമ്പോൾ ഇതാണ് നമ്മുടെ പവിമാഷ്. എനിക്ക് തോന്നുന്ന സ്വയംപ്രഭയെ പോലും ഇത്രത്തോളം വർണ്ണിച്ചിട്ടുണ്ടാവില്ല അല്ലേ.
ആ എപ്പിസോഡ് എടുത്ത് നോക്കിയാൽ അറിയാം സ്വയംപ്രഭയെ നമ്മൾ അത്രത്തോളം ഒന്നും വർണ്ണിച്ചിട്ടില്ല എന്ന്. എന്നാലും നമ്മുടെ കഥയിലെ ആദ്യം മുതൽ അവസാനം വരെ നിറഞ്ഞു നിൽക്കുന്ന ആ സാന്നിധ്യത്തെ നമ്മൾ കുറച്ചേറെ ഒന്ന് പറയാണ്ട് വയ്യല്ലോ. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ആരും തെറ്റിദ്ധരിക്കുകയൊന്നും വേണ്ട കേട്ടോ. ആണായതുകൊണ്ട് കുറച്ചൊന്ന് പുകഴ്ത്തി അങ്ങനെയൊന്നും വേണ്ട. നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിൽ ഒക്കെ കാണുന്ന അല്ലെങ്കിൽ നാട്ടിൻപുറങ്ങളിൽ കാണുന്ന സ്വാഭാവികമായ കാഴ്ചകളാണ് ഒരു സംഗീതജ്ഞൻ അല്ലെങ്കിൽ ഒരു കലാകാരൻ ഇങ്ങനെ ആയിരിക്കും. അതെൻ്റെ സങ്കല്പത്തിലൂടെ ഞാൻ കണ്ടു. അത് കുറച്ചുകൂടെ ഒന്ന് ഡെവലപ്പ് ചെയ്തിട്ട് ഞാനൊന്ന് എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം അങ്ങനെയൊക്കെ പവിമാഷ് വന്നു. നാട്ടുകാരെല്ലാവരും കൂടെ റോന്നും പറഞ്ഞിട്ട് കൊണ്ടുപോയിട്ട് സ്റ്റേജിലേക്ക് അങ്ങ് ഇരുത്തി. അപ്പം അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഉത്സവം നടക്കുന്നതിൻ്റെ പ്രസിഡന്റ്, നടത്തുന്നതിൻ്റെ ആ സംഘാടനത്തിൻ്റെ പ്രസിഡന്റ്, പിന്നെ അമ്പലം പ്രസിഡന്റ്, പിന്നെ അവിടുത്തെ ചിറ്റേത്തുകര ഹയർ സെക്കൻഡറി സ്കൂളിലെ മാഷ് ഒക്കെ കൂടെ ആയ ഒരു സെക്കൻഡ് അദ്ദേഹത്തിൻ്റെ പേര് എവിടെ പോയി? രാഘവൻ മാഷാട്ടോ. അതെന്താണെന്ന് അറിയാം, എനിക്ക് എല്ലായിടും ഒരു മറവി പറ്റുന്ന. എല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കണം. പെട്ടെന്ന് നമ്മളിങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങൾക്ക് ഇങ്ങനെ ജന്മം കൊടുക്കുന്നതല്ലേ. അപ്പോൾ പേരുകൾക്ക് തമ്മിൽ മാറിപ്പോയാലും ആ പേരുകൾ പിന്നീട് ഈ കഥയുടെ ആദ്യം അന്ത്യം വരെ ഉണ്ടാവേണ്ടതല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാനൊന്ന് നോക്കിയെന്നേ ഉള്ളൂ. ആ വന്നലാകെ എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തേക്കണം. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ വലിയ കഥാകാരിയോ കലാകാരിയോ ഒന്നും അല്ലെന്ന്. അപ്പോൾ ഒന്ന് അഡ്ജസ്റ്റ് പ്ലീസ്. അപ്പോൾ തുടരാം. അപ്പം ഈ ഉത്സവ കമ്മിറ്റി ഭാരവാഹിയും ചിറ്റേത്തുകര ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനുമായ രാഘവൻ മാഷ് ഉടൻ തന്നെ ഉത്സവത്തിൻ്റെ സമാപന സമ്മേളനം ആരംഭിക്കുന്നതാണെന്ന് അനൗൺസ് ചെയ്തു. അതിനായിട്ട് അദ്ദേഹം സ്വാഗത പ്രസംഗത്തിലൂടെ സ്വയംപ്രഭയെയും പവിശങ്കറിനെയും ഗോകുൽദാസിനെയും സ്റ്റേജിലേക്ക് ആനയിച്ചു. ഓൾറെഡി അവർ സ്റ്റേജിലിരിക്കുകയാണ്. ഒന്നുകൂടെ അവരെ ഒന്ന് സ്വാഗതം ചെയ്ത് എല്ലാവരുടെയും മുമ്പിലൊന്ന് പരിചയപ്പെടുത്തി. അങ്ങനെ ഈ പരിചയപ്പെടുത്തലൊക്കെ കഴിഞ്ഞിട്ട് മാഷ് പറഞ്ഞു, ഇനി ഉത്സവ ആഘോഷങ്ങളുടെ സമാപനത്തോടനുബന്ധിച്ചിട്ടുള്ള വിളക്ക് കൊളുത്തൽ ചടങ്ങാണ്. അപ്പോൾ അതിലേക്ക് പവിമാഷും സ്വയംപ്രഭയും വരണമെന്ന് പറയുന്നു. അങ്ങനെ അവർ രണ്ടുപേരും സ്വന്തം ഇരിപ്പിടങ്ങളിൽ നിന്നും എഴുന്നേറ്റ് വിളക്കിനടുത്തേക്ക്, ആ ഭദ്രദീപത്തിൻ്റെ അടുത്തേക്ക് എത്തി അവിടെ നിൽക്കുകയാണ്. അപ്പം രാഘവ മാഷ് ഒരു കത്തിച്ച് പിടിച്ച തിരിയുമായിട്ട് അവരുടെ അടുത്തേക്ക് വരിക. വന്നിട്ട് അത് ഈ വക കാര്യങ്ങളിലൊക്കെ ഒരു പ്രിഫറൻസ് നമ്മൾ കൊടുക്കുന്നത്, അതിനകത്ത് നമ്മൾ ഏറ്റവും ആദരിക്കുന്ന ഒരാളുടെ കയ്യിലേക്കായിരിക്കും ആ വിളക്ക് കൊടുക്കുന്നത്. മീൻസ് ഒരു തിരി ആയാലും എന്തായാലും അത് കൊളുത്താനായിട്ട് അതിനകത്ത് ഏറ്റവും യോഗ്യനെന്ന് നമ്മൾ കരുതുന്ന ഒരു മനുഷ്യനുണ്ടാവുമല്ലോ, ആ അദ്ദേഹത്തിൻ്റെ കയ്യിലായിരിക്കുമല്ലോ നമ്മൾ ഈ തിരിനാളം കൊടുക്കുന്നത്. അതുപോലെ തന്നെ രാഘവൻ മാഷ് നമ്മുടെ പവിമാഷിൻ്റെ കയ്യിലേക്ക് ഈ ഭദ്രദീപം കൊളുത്തുന്നതിനായിട്ടുള്ള ആ തിരിനാളം കൊടുത്തു. പവിമാഷ് ഭദ്രദീപം കൊളുത്തി. അതിനുശേഷം അദ്ദേഹം അത് സ്വയംപ്രഭയ്ക്ക് കൈമാറി. അപ്പോൾ സ്വയംപ്രഭ സന്തോഷത്തോടുകൂടി ചിരിച്ച മുഖത്തോടുകൂടി തിരിനാളം വാങ്ങി അവരും അത് കൊളുത്തി. ഭദ്രദീപത്തിൻ്റെ മറ്റൊരു തിരി അവരും കൊളുത്തി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഭദ്രദീപം കൊളുത്തി കഴിഞ്ഞിട്ട് രാഘവൻ മാഷിൻ്റെ കയ്യിലേക്ക് ഈ തിരിനാളം അവർ തിരികെ കൊടുത്തു. മാഷ് ബാക്കിയുള്ള തിരികളെല്ലാം കത്തിച്ചു. അതിലെ ഒരു തിരി ഗോകുൽദാസിനെ കൊണ്ട് കത്തിച്ചു, ഒരു തിരി നമ്മുടെ രുദ്രയെ കൊണ്ട് കത്തിച്ചു. ബാക്കിയുള്ളതൊക്കെ രാഘവ മാഷ് അങ്ങ് കത്തിച്ച് പൂർണ്ണതയിലെത്തിച്ചു. അപ്പോഴാണ് എന്നിട്ട് രാഘവൻ മാഷ് തിരി കൊളുത്തി രാഘവൻ മാഷ് പോയി. അപ്പോഴും സ്വയംപ്രഭ പവിമാഷിനെ ഇങ്ങനെ നോക്കുക. ഇത് എവിടെയോ കണ്ട് മറന്ന മുഖമാണല്ലോ ഇത്. ഓ, എവിടെയാണെന്നാവോ? ഓ, മനസ്സിലായി. ഇത് പവിയല്ലേ? പവിശങ്കർ, പണ്ട് ഞാൻ സ്നേഹിച്ചിരുന്ന ആ പവിശങ്കർ, അദ്ദേഹമല്ലേ ഇത്? ഇദ്ദേഹമാണോ ഈ പവിമാഷ്? ഈ മാഷെന്ന് എല്ലാവരും ഇത്രത്തോളം ബഹുമാനിക്കുന്ന ഈ പവിശങ്കർ എന്ന് പറയുന്നത് തൻ്റെ പവിയാണോ? സ്വയംപ്രഭ ഇങ്ങനെ
അന്തിച്ച് നിൽക്കുകയാണോ, അയ്യോ ഇതാണോ ഞാൻ പണ്ട് സ്നേഹിച്ചിരുന്ന ആ പവിശങ്കർ, ആ പവി എന്ന് താൻ വിളിച്ചിരുന്ന നാട്ടുകാർക്ക് മുഴുവൻ പ്രിയങ്കരനായ പവിമാഷ്, ഇതാണോ ആ പവിമാഷ്, തൻ്റെ പവിയോ ഇത് എന്ന് വളരെ ഇങ്ങനെ ആശ്ചര്യത്തോടു കൂടി സ്വയംപ്രഭ നോക്കുകയാണ്. ഈ നോട്ടത്തിൽ നമുക്ക് ഇന്നത്തെ ഈ ഒരു ഭാഗം ഇവിടെ നിർത്താം. ഓക്കെ, താങ്ക് യു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.